ഒന്നിൽ കൂടുതൽ ആളുകളുമായിട്ട് ഉഭയകക്ഷി സമ്മതപ്രകാരം ബന്ധപ്പെടുന്നത്, പ്രണയിക്കുന്നതിനെയോ ഇതിനെയൊന്നും അംഗീകരിക്കുന്നൊരു സമൂഹമല്ല, ഒരു മൂല്യബോധമൊന്നുമല്ല നമ്മുടേത്. 35 വയസ്സ് പ്രായം മാത്രമുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാഹിതനല്ല. അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ വേണ്ടത് നല്ല ചികിത്സയും ചില തിരിച്ചറിവുകളുമാണ് എന്ന് ചില കോൺഗ്രസ് അനുകൂലി തന്നെ പല ഗ്രൂപ്പുകളിലായിട്ട് പറയുന്നത് നമുക്ക് കാണാം. പക്ഷേ നിയമത്തിൻ്റെ സാങ്കേതികതയും അതോടൊപ്പം തന്നെ ചില ഗൂഢാലോചനകളൊക്കെ പറഞ്ഞിട്ട് രാഹുൽ പ്രതിരോധിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് വേണ്ടത്? രാജിയാണോ അതോ മാപ്പാണോ? അല്ല, ഇതിലൊരു പ്രശ്നം ഒന്നിൽ കൂടുതൽ ആളുകളുമായിട്ട് റിലേഷൻഷിപ്പുകൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ലൈംഗിക ബന്ധം ഉണ്ടാകുന്നു ഒരു തെറ്റാണെന്ന് ഞാൻ പറയില്ല. അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ അത് പിന്നീട് ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളുടെ അവർ ഇടപെടുന്ന മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ലയബിലിറ്റിയായി മാറാൻ പാടില്ല. അത് അവരുടെ മാത്രം സ്വകാര്യതയിൽ നിൽക്കേണ്ട കാര്യമാണ്. അതിലേതെങ്കിലും ഒരാൾ ആ മ്യൂച്വൽ കൺസെൻറ്റിൽ നിന്ന് പുറകോട്ട് പോയാൽ പിന്നെ അങ്ങോട്ട് വീണ്ടും ചെന്ന് നിർബന്ധം എടുക്കുന്നത് തെറ്റായൊരു സ്റ്റാൻഡാണ് ഒന്നാമത്. ഇനി അതിനെ നമ്മുടെ സമൂഹം പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ വിചാരിക്കുന്നത് അതിനെ പിന്തുണയ്ക്കുന്നവരാണ് കൂടുതൽ. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഒരുപാട് പേര് പറയുന്നത് ആ രീതിയിലാണ്. നമ്മുടെ സമൂഹം ഒരുപാട് മുമ്പോട്ട് പോയെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അതൊരു മോശപ്പെട്ട കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ചോയ്സസ് ആണ്. അങ്ങനെ തന്നെ കരുതുന്നു. ഈ രണ്ടാമത്തത്, രാഹുൽ മാങ്കൂട്ടത്തിന് ചികിത്സയാണ് വേണ്ടത്, തിരിച്ചറിവുകൾ, കല്യാണം കഴിപ്പിക്കലല്ല വേണ്ടതെന്ന് പറയുന്നൊരു സാധനം. അതും എനിക്ക് അതിലുള്ളൊരു അഭിപ്രായം, എല്ലാ തരം രോഗികളെയും ചികിത്സിക്കാനുള്ളൊരു മരുന്നല്ല കല്യാണം. മാനസിക രോഗികളായാലും ലൈംഗിക വൈകൃതങ്ങളുള്ള ആളുകളായാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിസോർഡറുള്ള ആളുകളായാലും ഇതിനൊരു പരിഹാരമായിട്ട് പണ്ട് പറഞ്ഞു കേട്ടിരുന്നതാണ്, അവനൊന്ന് കല്യാണം കഴിപ്പിച്ച് നോക്കുക ശരിയാവും. അങ്ങനെ കല്യാണം കഴിപ്പിച്ച് ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ കൂടി ജീവിതം മോശമാക്കുമ്പോൾ ഇയാൾ നന്നാകുന്നൊരു തെറ്റിദ്ധാരണ നമുക്ക് വേണ്ട. ഇപ്പം ചില കാര്യങ്ങൾ നമ്മൾ ചികിത്സിക്കുക ചെയ്യണം. ആധുനിക വൈദ്യശാസ്ത്രം ഒരുപാട് വളർന്നിട്ടുണ്ട്. മാനസികാരോഗ്യ രംഗത്തും ഒത്തിരി വളർച്ചകളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പരീക്ഷിക്കാവുന്നതാണ്. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണോ വേണ്ടേ എന്നുള്ളത് ഞാൻ ഈ നിമിഷം വരെ അദ്ദേഹം രാജിവെക്കണം. അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് ഒരു ജനപ്രതിനിധിയായിട്ടുള്ള ഞാൻ സ്ത്രീകളോട് പല രീതിയിൽ അപമര്യാദയായിട്ട് പെരുമാറി എന്ന് എനിക്ക് ബോധ്യമായി. പാർട്ടി പറഞ്ഞതനുസരിച്ചിട്ട് ഇപ്പോൾ പൊതുസമൂഹത്തിൻ്റെ റിയാക്ഷൻ അനുസരിച്ചിട്ട് എനിക്ക് മനസ്സിലായി. ഇനി എൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരം തെറ്റുകൾ ഉണ്ടാവില്ല, ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. അല്ല, ഇതിൽ മാപ്പ് ചോദിക്കാനും കൂടി ഒരു മാനസികാവസ്ഥ വേണമല്ലോ. ഇത്രയും പ്രയാസങ്ങളിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും എത്തി നിൽക്കുമ്പോഴും അപാരമായ ഒരു കോൺഫിഡൻസോടുകൂടി അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നത് അത് വല്ലാത്ത ഭയം നൽകുന്നതാണ്. പക്ഷേ മിഞ്ഞാന്നത്തെ പോലെയല്ല ഇന്നത്തെ ബോഡി ലാംഗ്വേജ്. ഇന്ന് വളരെ ഭയങ്കരമായ രീതിയിൽ ഒതുങ്ങി ഈ 2 ദിവസം തകർത്ത് കളഞ്ഞിട്ടുണ്ട് രാഹുലിനെ മാനസികമായിട്ട്. തീർച്ചയായിട്ടും. അപ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ മുഖത്തുള്ള ചിരി ഒരു സാമാന്യ മനുഷ്യന് പറ്റുന്ന ആത്മവിശ്വാസത്തിൽ നിന്ന് വരുന്ന ചിരിയല്ല. ആ ചിരി അതൊരു വല്ലാത്ത ഭയം നൽകുന്ന സമൂഹത്തിന്. ഞാൻ വിചാരിക്കും എന്നെ സമയത്തോളം അതൊരു ഭയം നൽകുന്നതാണ്. ഇപ്പോൾ പോലും അദ്ദേഹം പ്രകടിപ്പിക്കുന്ന കോൺഫിഡൻസ് അതൊരു കുറ്റകരമായിട്ടുള്ള ആത്മവിശ്വാസമാണ്. അത് പാടില്ല. അദ്ദേഹത്തിന് തെറ്റ് പറ്റിയെന്ന് ഈ നിമിഷം പോലും തോന്നിയിട്ടില്ലെങ്കിൽ, എല്ലാ മനുഷ്യനും തെറ്റുപറ്റാം, ആർക്കും പറ്റാം. തെറ്റ് പറ്റിയെന്ന് തോന്നുന്ന നിമിഷം തൊട്ട് അയാൾക്ക് കറക്റ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. തെറ്റ് പറ്റിയെന്ന് തോന്നാത്തിടത്തോളം കാലം അതിനെ വീണ്ടും വീണ്ടും ആ തെറ്റിൻ്റെ ആഴം വർദ്ധിപ്പിക്കുക, അത് അപകടകരമാണ്. ഒന്നാമത്തെ കാര്യം. 2, അദ്ദേഹം ഏറ്റവും വീക്കായിട്ടുള്ളൊരു ഒപ്പോണൻറ്റിനെയാണ് അടിച്ചിരിക്കുന്നത്. അവന്തികയ്ക്ക് നന്നായിട്ടൊരു മാധ്യമങ്ങളോട് സംസാരിക്കാൻ പറ്റിയൊരു കഴിവില്ല. അവരൊരു BJP-കാരിയാണ്, അവരൊരു ട്രാൻസ് ഹ്യൂമനാണ്, മറ്റു പലതരത്തിലും എളുപ്പത്തിൽ നമ്മുടെ സമൂഹത്തിലെ എല്ലാ ഹൈറാർക്കിയിലും വെച്ചിട്ട് എല്ലാ രീതിയിലും പരിഗണിക്കുമ്പോൾ എളുപ്പത്തിൽ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒപ്പോണൻ്റാണ് അവന്തികയെ മാത്രമാണ് രാഹുൽ അഡ്രസ്സ് ചെയ്തത്. ഉയർന്നു വന്ന പരാതികളോ പരസ്യമാക്കപ്പെടാത്ത പരാതികളോ ഒന്നും അദ്ദേഹം അഡ്രസ്സ് ചെയ്തിട്ടില്ല. പകരം 35 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന് സംഭവിക്കാവുന്ന കൗതുകം എന്നുള്ള രീതിയിലൊക്കെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. 35 വയസ്സുള്ള ചെറുപ്പക്കാരന് സംഭവിക്കാമെന്ന് നമുക്കൊക്കെ മനസ്സിലാവും. പക്ഷേ അതിനപ്പുറത്ത് ഒരു ക്രിമിനൽ മൈൻഡോടുകൂടി ഇരകളെ വെച്ച് തേടി പിടിച്ച് അങ്ങോട്ട് ചെന്ന് അവരെയൊക്കെ അപ്രോച്ച് ചെയ്ത് ഒന്നിലധികം ആളുകളോട് ട്രൂ ലവും ഒന്നിലധികം ആളുകളോട് വിവാഹ വാഗ്ദാനമൊക്കെ ചെയ്യുകയും അത് കഴിഞ്ഞിട്ട് മ്യൂച്വൽ കൺസെൻറ്റോടുകൂടി നടക്കുന്ന ഒരു ലൈംഗിക ബന്ധത്തിൽ ഒരു പ്രഗ്നൻസി ഉണ്ടാകുകയും അത് അബോർട്ട് ചെയ്യാനായിട്ട് നിർബന്ധിക്കുകയും. ഇവിടെ നിർബന്ധം എന്ന് പറഞ്ഞാൽ ഇത് ചെയ്തില്ലെങ്കിൽ നിന്നെ അങ്ങനെ ചെയ്യുമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയതിൻ്റെ ബാക്കി ഭാഗം അതിൽ രാഹുൽ പറയുന്നത് ശ്രദ്ധിച്ചില്ല, ഇങ്ങനെയല്ലല്ലോ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തത്. അപ്പം ഒരു പക്ഷേ ഈ പെൺകുട്ടി കളവ് പറയുന്നതാണെങ്കിലും
അല്ല, ഞാൻ പറഞ്ഞത് ആ പെൺകുട്ടി കളവ് പറയുന്നതാണെങ്കിൽ രാഹുൽ ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യണം. ഏതാണ് ആ പെൺകുട്ടി? രാഹുൽ അബോഷനെ കുറിച്ച് സംസാരിച്ച പെൺകുട്ടി ഏതാണ്? ആ പെൺകുട്ടി കളവ് പറയുന്നതാണ്. ആ പെൺകുട്ടി രാഹുലുമായിട്ടുള്ള കൺസെൻറ്റിന് വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ രാഹുലിനെ ചതിക്കാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങൾക്ക് ഓഡിയോ ചോർത്തി കൊടുത്തു എന്ന് രാഹുലിനൊരു പരാതിയുണ്ടോ? അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ രാഹുൽ പരാതി കൊടുക്കണം. രാഹുലിനെ പോലെ കോൺഗ്രസിൻ്റെ മുഖമായിട്ട് നിൽക്കുന്ന ഒരു MLA, അയാളുടെ പൊളിറ്റിക്കൽ സ്റ്റേച്ചറിന് മോശമാകുന്ന രീതിയിൽ ഒരു വാർത്ത വന്നിട്ട് ഏത് പെൺകുട്ടിയോടാണ് രാഹുൽ സംസാരിച്ചത്? അത് രാഹുൽ പറയണം. ഞാൻ ആ പെൺകുട്ടിയായിട്ടുള്ള എൻ്റെ ബന്ധം ഞങ്ങളുടെ സ്വകാര്യമായിട്ടുള്ള ഞങ്ങളുടെ ഇഷ്ടമാണ്, അതിൽ ഞങ്ങൾ എടുക്കുന്ന തീരുമാനം പുറത്ത് പറഞ്ഞ് എന്നെ മോശമാക്കി. രാഹുലിന് അങ്ങനെ ഒരു പരാതി ഉണ്ടോ? അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ അതിനെ ഏത് രീതിയിലും രാഹുലിനെ അഡ്രസ്സ് ചെയ്യാമല്ലോ. അത് ചെയ്യുന്നില്ല. അവിടെയാണ് അപകടം നിൽക്കുന്നത്. ഇനി ആ സംസാരത്തിൽ പോലും ഒരാൾ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന് പറയുന്നത് പോലും വേറൊരു തരത്തിൽ ഭീഷണിയാണ്. അതൊരു പ്രഷറാണ്. ഇപ്പോൾ ബൈക്ക് മേടിച്ച് തന്നില്ലെങ്കിൽ ഞാൻ കെട്ടിത്തൂങ്ങി ചാകുമെന്ന് കുട്ടികൾ പറയുന്നത് പോലത്തെ ഒരു പ്രഷറാണ്. എൻ്റെ ആത്മഹത്യ വെല്ലുവിളി പോലും മറ്റൊരാൾക്കുള്ള പ്രഷറാണ്. പലതരത്തിൽ അത് നിർബന്ധമാണ്. ഇനി ഒരു പെൺകുട്ടിക്ക് വിവാഹ വാഗ്ദാനം നൽകി അവരുമായിട്ട് ബന്ധത്തിലേർപ്പെടുകയും പിന്നീട് നടക്കുന്ന കാര്യമില്ല. അപ്പോൾ അന്ന് കൺസെൻറ്റോട് കൂടിയല്ലേ ബന്ധത്തിലേർപ്പെട്ടെ എന്ന് ചോദിച്ചാൽ ശരിയാണ്. ആ കൺസെൻറ്റ് പോലും വ്യാജ കൺസെൻറ്റാണ്. കാരണം വിവാഹ വാഗ്ദാനം നൽകി മേടിക്കുന്ന. അപ്പോൾ ചോദിക്കും വിവാഹത്തിന് മുമ്പ് എന്തിനാ അങ്ങനെ ബന്ധത്തിന് പോകുന്നു? അപ്പം ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ സോഷ്യൽ ലൈഫിൽ പെണ്ണും ആണും തമ്മിലുള്ള ബന്ധം അത്ര പവിത്രമല്ല ആയിരിക്കേണ്ട കാര്യമില്ല. അത് അവരുടെ ഈക്വൽ ചോയ്സും ഇൻഡിവിജ്വൽ ഫ്രീഡമാണെന്നൊക്കെ നമ്മൾ ഒരേ സമയം പറയുകയും ചെയ്യും. അതേസമയം തന്നെ വിവാഹത്തിന് മുമ്പ് എന്തിനും അങ്ങനെ ഒരു ബന്ധത്തിൽ പോയി എന്ന് ഈ ചോദ്യം പെണ്ണ് മാത്രമേ നേരിടുന്നുള്ളൂ. അവിടെയാണ് പ്രശ്നം. പക്ഷേ ഈ വിഷയത്തിൽ വേടൻ പോലും കോടതിയെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അറസ്റ്റ് കോടതിയുടെ ന്യായം പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടുകയാണ്. ലൂപ്പ് ഹോൾ, നിയമത്തിൻ്റെ ലൂപ്പ് ഹോൾ പറഞ്ഞ് പലരും രക്ഷപ്പെടുകയാണ്. അല്ല, ഇതിൽ വേടൻ്റെ വിഷയമായിട്ട് തന്നെ കമ്പയർ ചെയ്യുന്നുണ്ട്. ഞാൻ അത് വേറൊരു തരത്തിൽ പറയേണ്ടതായിട്ട് ഞാൻ കമ്പയർ ചെയ്യുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ എല്ലാ കവറേജും കിട്ടുന്നത് പുരുഷനാണ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? എല്ലാ കവറേജും കിട്ടുന്ന പുരുഷനാണ്. അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ പലരും ചോദിക്കും, പല പുരുഷന്മാരെയും മനഃപൂർവ്വം പെടുത്താൻ വേണ്ടി സ്ത്രീകൾ ശ്രമിക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ അത്തരത്തിലുള്ളൊരു 100 ഉദാഹരണത്തിൽ 99 ഉദാഹരണം പറയുമ്പോഴും 100ാമത്തെ ഒരു കേസ് ഒരു സ്ത്രീയുടെ കാര്യം അവർ ജെന്യൂനായിട്ടാണ് പറഞ്ഞെങ്കിൽ ആ സ്ത്രീക്ക് നീതി ഉറപ്പാക്കാൻ നമ്മുടെ സൊസൈറ്റി നിൽക്കണം. കാരണം സൊസൈറ്റിയിൽ എല്ലാ തരത്തിലും ആളുകളുടെ എല്ലാ തരത്തിലും പ്രയാസം നേരിടുന്ന ഒരു വിഭാഗമാണ് സ്ത്രീകൾ. ഞാൻ അങ്ങനെ വിചാരിക്കുന്നത്. ഇപ്പോഴും നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ പുരോഗമനപരമാണെന്നൊക്കെ പറയുമ്പോഴും ഈ പ്രശ്നം വന്നപ്പോൾ പോലും രാഹുലിനെ അനുകൂലിക്കാനാണ് ആളുകൾ കൂടുതൽ. ഈ പെൺകുട്ടികൾക്ക് അനുകൂലമായിട്ട് സംസാരിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. ഒരു പെൺകുട്ടിക്ക് വിവാഹ വാഗ്ദാനം നൽകുക, അല്ല വാഗ്ദാനം എന്നുള്ളത് ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞ് പ്രണയത്തിലാകുകയും പിന്നീട് ബന്ധത്തിലാകുകയും പ്രഗ്നൻ്റ് ആകുമ്പോൾ അബോർട്ട് ചെയ്യുകയും ഇതിനെല്ലാം ശേഷം ആ പെൺകുട്ടി അനുഭവിക്കുന്ന ട്രോമ, ആ സമയത്ത് ഞാൻ ഇതിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറയുന്ന മാനസികാവസ്ഥ, അതൊരു ക്രിമിനൽ ഗൂഢാലോചനയുടെ കൂടി ഭാഗമാണ്. അല്ല, പക്ഷെ അത് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഇത് ഈ ഇപ്പം കിട്ടിയ ആരോപണങ്ങളും ഈ ഓഡിയോ ക്ലിപ്പിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അത് മോർഫ് ചെയ്ത് സൗണ്ടൊക്കെ വേറെ രീതിയിലാക്കിയിരിക്കുന്ന ഓഡിയോ ക്ലിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിത് പറയുന്നത്. പക്ഷേ ഒരു വിചാരണ, ഇയാൾ കുറ്റക്കാരനാണെന്ന് നമ്മൾ വിധി എഴുതണമെങ്കിൽ വിചാരണ നടക്കണം, പരാതി വരണം, അത് കേസാവണം, കോടതിയിലെത്തുകയൊക്കെ വേണ്ടേ. അല്ലാതെ തന്നെ രാഹുൽ കുറ്റക്കാരനാണെന്ന് വിധി എഴുതുന്ന ഒരു രീതി ഇപ്പോൾ മാധ്യമങ്ങളും മുഖ്യധാരാ മാധ്യമങ്ങളും പൊതുസമൂഹവും കാണിക്കുന്നില്ലേ സോഷ്യൽ മീഡിയയിൽ? അല്ല, സ്വാഭാവികമായിട്ടും ഇത്തരം ആക്ഷേപങ്ങളിൽ പൊതുസമൂഹത്തിൽ പൊതുവിൽ അങ്ങനെ ഒരു ട്രെൻഡാണ്. ഒരു ആരോപണം വന്നാൽ കുറ്റക്കാരനാണെന്ന് പറയുകയും കുറച്ച് ദിവസം കഴിയും, കുറച്ച് സമയത്തിന് ശേഷം സ്ത്രീയുടെ ഭാഗത്ത് മോശമുണ്ടല്ലോ എന്ന് പറഞ്ഞൊരു ചർച്ച വരികയും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പുരുഷൻ പെട്ടെന്ന് ഈ കുറ്റത്തിൽ നിന്ന് പുറത്താകുകയും സ്ത്രീ മാത്രം ആജീവനാന്തം കുറ്റക്കാരിയായി മാറിയത്. അതങ്ങനെ ഒരു ട്രെൻഡ് അതങ്ങനെ പതുക്കെ അങ്ങനെ വരിക. ഇവിടെയുള്ള പ്രശ്നം, എനിക്ക് ഒറ്റ ചോദ്യം, മുകേഷിൻ്റെ ആരോപണം വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിലപാട് എന്തായിരുന്നു? ശരിയാണ്. AK ശശീന്ദ്രൻ്റെ നിലപാട് വിഷയത്തിൽ എന്തായിരുന്നു നിലപാട്? മാത്രമല്ല ഏറ്റവും മോശപ്പെട്ടിട്ടുള്ള ഒരു കാര്യം രാഹുൽ ചെയ്തത് എനിക്ക് വ്യക്തിപരമായിട്ട് DYFIയുടെ പൊതിച്ചോറ്, അതിനെതിരെ പല വിഷയം ഉണ്ടാകും. പക്ഷെ അതിനെ ഒരു അനാശാസ്യമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് അതൊരു പൊതുവേദി ആയതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് തുറന്നു പറയുന്നില്ല എന്ന് പറഞ്ഞു. ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു പരിപാടിയെ ആ രീതിയിൽ, അത് ഏത് പാർട്ടി ആയിക്കോട്ടെ, ആ രീതിയിൽ ആക്ഷേപിക്കുന്നത് വെറും രാഷ്ട്രീയ നെറികേടാണ്, രാഷ്ട്രീയം ഇല്ലായ്മയാണ്, അത് വെറും ആക്ഷേപിക്കൽ മാത്രമാണ്. അല്ല, അതിലൊരു അരാഷ്ട്രീയ പ്രസ്താവനയാണെന്നും കൂടി ഞാൻ പറയുക. ഇപ്പോൾ DYFI എന്ന് പറഞ്ഞ സംഘടനയോട് രാഷ്ട്രീയമായിട്ട് എനിക്ക് ഒരുപാട് വിയോജിപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ യൂത്ത് കോൺഗ്രസ് ആയതും കോൺഗ്രസ് ആയതും. ആ രാഷ്ട്രീയ വിയോജിപ്പിരിക്കുമ്പോൾ തന്നെ അവർ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അവരുടെ സംഘടനാ ശേഷി ഉപയോഗിച്ച് കൃത്യമായിട്ട് തുടർന്നു വരുന്ന ഒരു പദ്ധതി പൊതിച്ചോറ് വിതരണം, അതിനെ നമ്മൾ ഇകഴ്ത്തി കാണിക്കുകയല്ല ചെയ്യുക. അത് അവരുടെ ഒരു നല്ല പ്രവർത്തനമായിട്ട് കാണുകയും അതിനെ ആ രീതിയിൽ അഡ്രസ്സ് ചെയ്യണ്ടേ.
എനിക്ക് തോന്നുന്നു അത് ആ പ്രവർത്തനം തന്നെ ഏറ്റവും ആദ്യം തുടങ്ങിയത് KSU ആണെന്ന് തോന്നുന്നു. പിന്നീട് DYFI മാതൃകയാക്കിയത്. തീർച്ചയായിട്ടും വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ആലുവ UC കോളേജിൽ തുടങ്ങിയൊരു പദ്ധതിയാണ്. ഹൈബി ഈഡൻ KSU പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഹൈബിയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്, ആലുവ ഗവൺമെൻറ് ആശുപത്രി കൊടുത്തിട്ട്. പിന്നീട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു സംഘടനാ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ഇതിങ്ങനെ തുടർന്ന് പോകാൻ പറ്റിയില്ല. പലപ്പോഴും അത് അതിൻ്റെ കണ്ണി പൊട്ടിപ്പോവുകയൊക്കെ ചെയ്തു. അതിനുശേഷമാണ് DYFI തുടങ്ങിയും അവർ കൃത്യമായിട്ട് കേരളത്തിലെമ്പാടും അത് തുടർന്നു വരുന്നു. അത് അവരുടെ സംഘടനാ സംവിധാനത്തിൻ്റെ ഒരു കഴിവാണ്. നമ്മൾ ആ മെറിറ്റ് അവിടെ കൊടുക്കുക തന്നെ വേണം. അതിന് പകരം അത് അനാശാസ്യത്തിനുള്ള മറവാണെന്ന് പറഞ്ഞാൽ ഒരു പൊതി ചോറിൻ്റെ മറവിലൊന്നും ഒരു മനുഷ്യനും അനാശാസ്യം നടത്താൻ പറ്റില്ല. അതൊക്കെ ഇത്തരം മോശമായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ്. അങ്ങനെയല്ല ഒരു സംഘടനയുടെ പ്രധാനപ്പെട്ട നേതാവ് മറ്റൊരു സംഘടനയെ രാഷ്ട്രീയമായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ടത്. പൊതുവേ രാഹുലിന് ഈ രീതിയിലുള്ള ഒരു അപ്രമാദിത്യം, വലിയ താരമാണെന്ന് നേതാവാണെന്ന നിലയിലുള്ള അപ്രമാദിത്യം, ഇത്തരത്തിൽ അരാഷ്ട്രീയപരമായിട്ടുള്ള പരാമർശങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ നടത്തിയതിൻ്റെ പുറത്തൊക്കെ രാഷ്ട്രീയം പറഞ്ഞിട്ട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടോ, നേരിട്ടിട്ടുണ്ടോ പലതിനെയും? അല്ല, അങ്ങനെ ഞാൻ പറയാൻ ആഗ്രഹിക്കുക. അത് തന്നെ അങ്ങനെയല്ല. രാഹുൽ ഒരുപാട് കാര്യങ്ങൾ രാഷ്ട്രീയം പറഞ്ഞു തന്നെയാണ് അദ്ദേഹത്തിന് ഈ പബ്ലിസിറ്റിയും വിസിബിലിറ്റിയും വന്നത്. കോൺഗ്രസിൻ്റെ ഫേസ് ആയിട്ട് തന്നെ മാറിയത്. അദ്ദേഹം എടുത്ത രാഷ്ട്രീയ നിലപാട്, അദ്ദേഹം പറഞ്ഞ ഡെമോക്രാറ്റിക് സ്റ്റാൻഡ്, അല്ലെങ്കിൽ കാലത്തിനനുസരിച്ചിട്ടുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടൊക്കെ അദ്ദേഹം നന്നായി പറഞ്ഞു. പക്ഷേ അതിനൊപ്പം അദ്ദേഹത്തിൻ്റെ വളർച്ച വലുതായി. അദ്ദേഹത്തിൻ്റെ വളർച്ച വലുതായിരുന്നു, പെട്ടെന്നായിരുന്നു, സ്പീഡ് കൂടുതലുള്ളതായിരുന്നു. അദ്ദേഹത്തിൻ്റെ മിടുക്കിന്, കഴിവിന് കൊടുത്ത അംഗീകാരമാണ് ഈ സൊസൈറ്റി. ആ വളർച്ചയും വിസിബിലിറ്റിയും അദ്ദേഹത്തിന് കിട്ടിയ ഓരോ കയ്യടിയും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ വ്യക്തിക്കല്ല, അയാൾ പ്രസൻറ്റ് ചെയ്ത രീതിക്ക്, അയാൾ അഡ്രസ്സ് ചെയ്ത രാഷ്ട്രീയത്തിന് കിട്ടിയ കയ്യടിയായിരുന്നു. പക്ഷേ അതൊക്കെ അദ്ദേഹത്തിന് മാത്രമുള്ളതാണെന്ന് വിചാരിച്ചപ്പോൾ അദ്ദേഹം അതിൽ നിന്നും മാറി അദ്ദേഹം അത് എൻജോയ് ചെയ്യാൻ തുടങ്ങി. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ആ എൻജോയ്മെൻറ്റിൻ്റെ ഒരു പരിധി കടന്നപ്പോൾ എന്തുമാകാമെന്നൊരു തോന്നൽ വന്നു. അത് തെറ്റാണ്. എത്ര വലിയ നേതാവായാലും എത്ര ചെറിയ നേതാവായാലും നമുക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ് ആ സംഘടനയെ കൂടി മേൽവിലാസത്തിൽ കിട്ടുന്ന, അത് മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറാനുള്ള ഉത്തരവാദിത്തം നേതാവിൻ്റെ വളർച്ച കൂടുന്തോറും നേതാവിനുണ്ടായിരിക്കണം. ആ ഉത്തരവാദിത്തത്തിലാണ് രാഹുൽ വീഴ്ച വരുത്തിയത്. അത് രാഹുൽ തന്നെ അഡ്രസ്സ് ചെയ്യേണ്ട കാര്യമാണ്. ഇതിൽ നിന്ന് കിട്ടിയ സെൽഫി എടുക്കുന്ന മുഴുവൻ മനുഷ്യരോടും സെക്സ് പങ്കിടാനുള്ളതാണെന്നുള്ള തെറ്റിദ്ധാരണ പാടില്ല. ചാറ്റ് ചെയ്യുന്ന ആളുകൾ മുഴുവൻ ചീറ്റ് ചെയ്യപ്പെടേണ്ടവരാണെന്നുള്ളൊരു ധാരണയും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ എല്ലാ സ്ത്രീകളെയും ഇതിന് മാത്രമാണെന്ന് കാഴ്ചപ്പാട് പാടില്ല. പ്രായം കൂടിയവരും പ്രായം കുറഞ്ഞവരും, കുട്ടികളും പെൺകുട്ടികളും അല്ലെങ്കിൽ മുതിർന്ന സ്ത്രീകളും അല്ലെങ്കിൽ ട്രാൻസ് വിമന്, അങ്ങനെ യാതൊരു തരത്തിലൊരു വേർതിരിവില്ലാതെ എല്ലാവരോടും സെക്സ് ചെയ്യുന്നതിലൂടെയാണ് സോഷ്യലിസം നടപ്പാക്കുന്നതെന്നുള്ള കാഴ്ചപ്പാടും പാടില്ല. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമേ അല്ലെന്ന് ഞാൻ വിചാരിക്കുക. അതൊരു തെറ്റായ കാഴ്ചപ്പാടാണ്. ഇപ്പോഴും ഈ പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസം പോലും അദ്ദേഹത്തിനും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിനും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം ഞാൻ എൻ്റെ എല്ലാ സ്റ്റാൻഡും ഞാൻ പറയുന്നത് CPM-ഉം BJP-യും ആയിട്ടല്ല ഞാൻ കമ്പയർ ചെയ്യുന്നത്. എൻ്റെ പ്രസ്ഥാനത്തിൽ ഞാൻ പ്രവർത്തിക്കാൻ കാരണം കോൺഗ്രസ് അതിൽ നിന്ന് ഭിന്നമായതുകൊണ്ടാണ്. കോൺഗ്രസിനോട് തന്നെയാണ് മത്സരിക്കുന്നത്. കാലത്തിനതീതമായിട്ട്, കാലാനുസൃതമായിട്ടും കാലത്തിനതീതമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തി സമൂഹത്തെ കൂട്ടിച്ചേർക്കുമ്പോഴാണ് കോൺഗ്രസ് ആകുക. കോൺഗ്രസ് എല്ലാ കാലത്തും അങ്ങനെ നവീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ CPM-നുമായിട്ട് കമ്പയർ ചെയ്യുന്നത് അവിടെയല്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് ഒരു ഫൈനൽ ഡിസിഷൻ എടുത്താൽ ആ നിമിഷം മുതൽ CPM ആൻസറബിൾ ആവും, BJP ആൻസറബിൾ ആവും. അങ്ങനെയാണ് നമ്മൾ രാഷ്ട്രീയത്തെ അഡ്രസ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഇപ്പോൾ രാജി ആവശ്യപ്പെടുകയാണെങ്കിൽ, രാജി വെക്കുകയാണെങ്കിൽ അത് പ്രതിച്ഛായ വലിയ രീതിയിൽ ഉയരുകയാണ് ചെയ്യുക. കാരണം മുകേഷ് MLA പോലുള്ള ആളുകളെ അവിടെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ മാഷയൊക്കെ പ്രതികരണം കേട്ടിട്ട് തല ഉരിഞ്ഞുപോയി. അല്ല, ഈ MV ഗോവിന്ദന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി ആവശ്യപ്പെടാൻ ഒരു അർഹതയുമില്ല. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ബീഹാറിലുണ്ടായ ഒരു അവിഹിത ഗർഭത്തിന് കോടതി വിധിയിലൂടെ കോമ്പൻസേഷൻ കൊടുക്കാൻ വേണ്ടി പണപ്പിരിവ് നടത്തിയ പാർട്ടിയാണ് CPM. ബിനോയ് കോടിയേരിയുടെ. പിണറായി വിജയൻ എന്ന് പറഞ്ഞ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് ഉപദേശം കൊടുക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശി CKP പത്മനാഭൻ്റെ മകളുമായി ബന്ധപ്പെട്ട ആക്ഷേപത്തിന് വിധേയമാക്കപ്പെട്ടതാണ്. DYFI നേതാവിൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട വിഷയം. CKP പത്മനാഭൻ രോഗിയാക്കപ്പെടുകയും പാർട്ടിയിൽ ഒറ്റപ്പെടുകയും രാഷ്ട്രീയ വനവാസത്തിന് പോകാനും കാരണമായിട്ടുള്ളത് P. ശശിയാണെന്ന് അയാൾ ജീവിച്ചിരിക്കുമ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ള ഒരു മറുപടി അവർക്കില്ല. PK ശശിയെ അവർ സംരക്ഷിക്കുന്നത് തീവ്രത കുറഞ്ഞ പീഡനമെന്നും പറഞ്ഞിട്ടാണ്. മുകേഷ് സ്ഥാനാർത്ഥിയാകുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ മുൻ ഭാര്യ സരിതയുടെ ഇൻ്റർവ്യൂ നടത്തിയത് ഇന്നത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജാണ്. മുഴുവൻ കാര്യങ്ങളും നേരത്തെ അറിയാം. പിന്നെ ഗണേഷ് കുമാറിനെ കുറിച്ചുള്ള ചരിത്രം എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ്. ഗണേഷ് കുമാറിൻ്റെ ഭാര്യ യാമിനി തങ്കച്ചിയുടെ കണ്ണീരിൻ്റെ കഥ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, കേട്ടിട്ടുള്ളതാണ്. അതിനുശേഷം ഗണേഷ് കുമാറിൻ്റെ ബാക്കി ഇടപാടുകളൊക്കെ അറിയാം, തുടർന്നു കൊണ്ടിരിക്കുന്നു അറിയാം. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പരിശോധിക്കുമ്പോൾ
ഇനി ശശീന്ദ്രൻ്റെ പൂച്ചക്കുട്ടി പുന്നാരമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇവരെയൊക്കെ കൂട്ടിപ്പിടിച്ച് കൂടെ നിർത്തി സംരക്ഷിച്ചുകൊണ്ട് ഇവരൊന്നും രാജിവെക്കേണ്ടെന്ന നിലപാടെടുത്ത CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദന് രാഹുൽ മാങ്കൂട്ടത്തിലിനോട് രാജി ആവശ്യപ്പെടാൻ അർഹതയും യോഗ്യതയുമില്ല. അവരല്ല കോൺഗ്രസിൻ്റെ പൊളിറ്റിക്കൽ മൊറാലിറ്റി പഠിപ്പിക്കുന്നത്. ഞങ്ങളുടെ പൊളിറ്റിക്കൽ മൊറാലിറ്റി ഞങ്ങൾ പറയും, അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടും. ഞങ്ങളോടാണ് മത്സരിക്കുന്നത്. ഇപ്പോൾ BJP-യുടെ കാര്യത്തിലായാലും പോക്സോ കേസിൽപ്പെട്ട യെദ്യൂരപ്പയെ സംരക്ഷിക്കുന്ന BJP, അല്ലെങ്കിൽ 100-ലധികം സ്ത്രീകളെ പീഡിപ്പിച്ച് വീഡിയോ ചിത്രീകരിക്കുന്ന പ്രജ്വൽ രേവണ്ണയ്ക്ക് വേണ്ടി വോട്ട് പിടിച്ച നരേന്ദ്രമോദി, ആ പാർട്ടി, അല്ലെങ്കിൽ ഒളിമ്പിക് മെഡൽ പോലും പുഴയിലെറിഞ്ഞുകൊണ്ട് സമരം നടത്തേണ്ട ഗതികേടിലേക്ക് ഗുസ്തി താരങ്ങളെ നയിച്ച ബ്രിജ്ഭൂഷൺ യാദവിൻ്റെ പാർട്ടി, അവരൊന്നും ഞങ്ങളെ പൊളിറ്റിക്കൽ മൊറാലിറ്റി പഠിപ്പിക്കേണ്ട. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ഭാഗത്ത് ഒരു വീഴ്ചയുണ്ടായി, തെറ്റുണ്ടായി. ആ തെറ്റ് തിരുത്തി കറക്റ്റ് ചെയ്ത് ഞങ്ങൾ മുന്നിട്ടു. ഒരു നേതാവിൻ്റെ ഭാഗത്തുണ്ടായിരുന്ന വീഴ്ച ഒരു പാർട്ടി കൂടിയാലോചിച്ച് സംസ്ഥാന കമ്മിറ്റി അവസാനത്തെ കാര്യം ഒന്ന് ചോദിക്കാം. രാഹുലിന് ശരിക്കും വേണ്ടത്, രാഹുലിൻ്റെ ഈ വല്ലാത്ത രീതിയിലുള്ള ലൈംഗിക ചോദനയെ ഒന്ന് തളർത്താൻ ചില മാനസികവും ആരോഗ്യപരമൊക്കെ ആയിട്ടുള്ള ചികിത്സയാണോ വേണ്ടത്? അല്ല, അത് അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപരമായ ചോയ്സാണ്. ഞാൻ അതിൽ കടന്നു പറയുന്നത് ശരിയല്ല. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ആളെയും ഗോവിന്ദചാമിക്ക് വധശിക്ഷ കൊടുക്കണ്ട എന്ന് പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുത്ത CPM-ആണ് കേരളം ഭരിക്കുന്നത്. ഗോവിന്ദചാമി ആരാണെന്നും അയാളുടെ ഇതൊക്കെ നമുക്ക് കഥ അറിയാമല്ലോ. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പൊതുവഴിയിൽ വ്യവസ്ഥനായിട്ട് അയാളെ വേട്ടയ്ക്ക് വിട്ടുകൊടുക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. അയാൾക്ക് ചില കറക്ഷൻസ് വരണം, തിരുത്തലുകൾ വരണം. അതിന് മറ്റപ്പാട് ഏതെങ്കിലും രീതിയിലുള്ള ചികിത്സ, വൈദ്യശാസ്ത്രപരമായിട്ടുള്ള ചികിത്സയാണെങ്കിൽ അത് കൊടുക്കണം. അല്ലെങ്കിൽ അയാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ അയാൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിലിടപെടണം. അയാൾ കറക്റ്റ് ചെയ്യപ്പെടണം. അയാൾ കുറേ കൂടി മെച്ചപ്പെട്ട ഒരു പൗരനായിട്ട് ഈ സമൂഹത്തിൽ ഉണ്ടാകണം. അയാൾ പറഞ്ഞ രാഷ്ട്രീയത്തോട് മുഴുവൻ കൂറ് പുലർത്തുന്ന രീതിയിലുള്ള ഒരു പൊതു സമൂഹത്തിലെ ഒരു രാഷ്ട്രീയ ജീവിയായിട്ട് അയാൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുക. അപ്പോൾ തന്നെ അയാൾ കറക്റ്റ് ചെയ്യപ്പെടണം.